ഏറ്റുമാനൂരിൽ നിന്നും ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ 4 സ്ത്രീകളെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്നും വീണ്ടും മനുഷ്യൻ്റേതെന്ന് സംശയിക്കുന്ന അസ്ഥി കഷ്ണങ്ങൾ കണ്ടെടുത്തു. ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മ, കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭൻ, വാരനാട് സ്വദേശി ആയിഷ, തിരുവിഴ സ്വദേശി സന്ധ്യ എന്ന് വിളിക്കുന്ന ബിന്ദു എന്നിവരുടെ തിരോധാനത്തിലാണ് അന്വേഷണം നടക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെ വൻ പോലീസ് സന്നാഹവും ഡോഗ് സ്ക്വാഡ്, ഫിംഗർ പ്രിന്റ് വിദഗ്ധർ, ഫയർഫോഴ്സ് സംഘം എന്നീ വിഭാഗം പരിശോധനയിൽ ഉണ്ടായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രതി സെബാസ്റ്റ്യനുമായി വീടിനുള്ളിൽ തെളിവെടുപ്പ് നടത്തി. ആദ്യ പരിശോധനയിൽ അസ്ഥികഷ്ണങ്ങൾ കണ്ടുകിട്ടിയ സ്ഥലത്താണ് വീണ്ടും പരിശോധന തുടങ്ങിയത്. 30ഓളം അസ്ഥിഭാഗങ്ങളും കേസിന് ആധാരമാകാൻ സാധ്യതയുള്ള നിരവധി സാധനങ്ങളും കണ്ടെടുത്തു. തുടർന്ന് കാട് വെട്ടിത്തെളിച്ച് കുളം വറ്റിച്ച് പരിശോധന നടത്തി. ഇവിടെ നിന്ന് കുറച്ച് വസ്ത്രങ്ങളുടെ ഭാഗങ്ങൾ കണ്ടുകിട്ടി. സെബാസ്റ്റ്യന്റെ 2.5 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന പുരയിടം വർഷങ്ങളായി കാട് പിടിച്ച് കിടക്കുകയാണ്. കഴിഞ്ഞ തിരച്ചിലിൽ 150ഓളം അസ്ഥികഷ്ണങ്ങളാണ് പോലീസ് കണ്ടെടുത്തത്. ക്രൈംബ്രാഞ്ച് അത് DNA ടെസ്റ്റിന് അയച്ചിരിക്കുകയാണ്. സെബാസ്റ്റ്യൻ ക്രിമിനൽ വാസനയുള്ള ആളാണെന്നും അയാൾ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ള സ്ഥിരീകരണം അന്വേഷണ സംഘത്തിനുണ്ട്. 4 പേരുടെ തിരോധാനത്തിൽ ജൈനമ്മയുടെ തിരോധാനത്തിലാണ് സ്വർണം കണ്ടെത്തിയതും മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ ശ്രമിച്ചത് ഉൾപ്പെടെയുള്ള ചില തെളിവുകൾ ലഭിച്ചിട്ടുമുള്ളത്. അതിനാൽ ജൈനമ്മയുടെ കേസിന് പ്രഥമ പരിഗണന നൽകിയാണ് അന്വേഷണം നീങ്ങുന്നത്. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ഷൗക്കത്ത് അലി, ജൈനമ്മ തിരോധാന കേസ് അന്വേഷിക്കുന്ന DYSP സാജൻ സേവ്യർ, ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മോഹനേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്.